കേരളത്തിൽ നിന്നും നിരവധി പേരാണ് തൊഴിൽ തേടി ഇസ്രായേലിലേക്ക് പോകുന്നത്. എന്നാൽ ഇസ്രായേലിൽ നിന്നും കടൽ കടന്ന് ഒരു അതിഥി കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്, അതും ഒറ്റയ്ക്ക്. ഇസ്രായേലിലേക്ക് തൊഴിൽ തേടി പോയവർ വിസയും ഫ്ലൈറ്റ് ടിക്കറ്റും ഒക്കെ സംഘടിപ്പിച്ചാണ് യാത്രയായത്. എന്നാൽ ഇതൊന്നുമില്ലാതെയാണ് ഇസ്രായേലിന്റെ മണ്ണിൽ നിന്നും ഒരു കുഞ്ഞൻ അതിഥി കേരളത്തിലേക്ക് പറന്നിറങ്ങിയത്. ഹുപ്പോ ഇനത്തിൽപ്പെട്ട ദേശാടന പക്ഷിയാണ് കാതങ്ങൾ താണ്ടി മൂവാറ്റുപുഴയിൽ എത്തിയത്. ഏറെ പണം മുടക്കി വിസയും ഫ്ലൈറ്റ് ടിക്കറ്റും ഒക്കെ സംഘടിപ്പിച്ച് ഇസ്രായേലിൻ മണ്ണിലേക്ക് കേരളത്തിൽ നിന്നും ആയിരങ്ങളാണ് ഉപജീവന മാർഗം തേടി യാത്രയായത്. എന്നാൽ നിയമത്തിന്റെ നൂലാമാലകൾ ഒന്നുമില്ലാതെ നിയമങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിയാണ് ഒരു കുഞ്ഞൻ അതിഥി ഇസ്രായേലിൽ നിന്നും കേരളത്തിന്റെ മണ്ണിലേക്ക് കാതങ്ങൾ താണ്ടിയെത്തിയത്. ഹൂപ്പോ ഇനത്തിൽപ്പെട്ട ദേശാടന പക്ഷിയാണ് മൂവാറ്റുപുഴ CMI പ്രൊവിൻഷ്യൽ ഹൗസിന്റെ പിന്നാമ്പുറത്ത് പറന്നിറങ്ങിയത്. ഇവയെ ഉപ്പൂപ്പ എപ്പോപ്പുകളെന്നും അറിയപ്പെടുന്നു. ഹൂപ്പോ ഇനത്തിൽപ്പെട്ട ദേശാടന പക്ഷികൾ മുൻപും കേരളത്തിന്റെ മണ്ണിലേക്ക് അതിഥികളായി എത്തിയിട്ടുണ്ട്. അതൊക്കെയാകട്ടെ ആലപ്പുഴയിലും തൃശ്ശൂരും കായംകുളത്തുമൊക്കെ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത്തരം ഇനത്തിൽപ്പെട്ട ദേശാടന പക്ഷികൾ വിവിധ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് എത്താറുമുണ്ട്. എന്നിരുന്നാലും നിശ്ചിത കാലം കഴിഞ്ഞാൽ ഇവയെയൊന്നും കാണാറുമില്ല. ഒക്കെയും മടങ്ങിപ്പോയി എന്ന് വിശ്വസിക്കുവാനേ തരമുള്ളൂ. സമീപകാലത്ത് കോതമംഗലത്ത് ഹൂപ്പോ എത്തിയതായി പ്രചരിച്ചിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായാണ് മൂവാറ്റുപുഴ CMI പ്രൊവിൻഷ്യൽ ഹൗസിന് സമീപം കൗതുക കാഴ്ചയൊരുക്കിയത്. ഇതാകട്ടെ ഫാദർ ടോജി പുത്തൻകടിപ്പിൽ CMI തന്റെ മൊബൈൽ ക്യാമറയിൽ പകർത്തുകയും ചെയ്തു. ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളമൊക്കെ ചുറ്റിക്കണ്ട് ആ കുഞ്ഞൻ ഹൂപ്പോ മിസൈലുകൾ തുരുതുര ചീറിപ്പായുന്ന ഇസ്രായേലിന്റെ മണ്ണിലേക്ക് സുരക്ഷിതമായി ലാൻഡ് ചെയ്യട്ടെ. അതാണല്ലോ അതിന്റെ ഒരു ബ്യൂട്ടി. എന്നാണെങ്കിലും കുഞ്ഞൻ ഹൂപ്പായ്ക്ക് ഒരു അടിപൊളി യാത്ര ആശംസിക്കും. ക്യാമറമാൻ BB ശ്രീഹരിക്കൊപ്പം ബിജു വൈശംപറമ്പൻ, ഇടുക്കി വിഷൻ ന്യൂസ്.